പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ 2026 മാർച്ച് 19 തീയതിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസമാണെന്ന്. എല്ലാവർക്കും വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേർന്നു കൊടുക്കുന്നു. വിശുദ്ധ ഔസേപ്പ് പിതാവിനെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന പേരിട്ടു. സ്നേഹമുള്ളവരെ, നമ്മൾ ഔസേപ്പ് പിതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ ജോസഫ് നാമധാരികളായ ഒത്തിരി ആൾക്കാർ നമ്മൾ കത്തോലിക്ക സഭയിലുണ്ട്. എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. പക്ഷേ ഔസേപ്പ് പിതാവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മ ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഔസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും ഔസേപ്പ് പിതാവിന് കൊടുക്കേണ്ട ഒരു സ്ഥാനം എത്ര വലുതായിരുന്നു. പക്ഷെ നമ്മൾ അത്രയ്ക്ക് സ്ഥാനം കൊടുക്കുന്നുണ്ടോ ഔസേപ്പ് പിതാവിന്? അതൊക്കെ ഞാൻ ഒത്തിരി നാളായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ചെന്നപ്പം, ഞങ്ങളുടെ പള്ളിയിൽ ചെന്നപ്പം ജോജോ അച്ഛൻ ഇങ്ങനെ ഔസേപ്പ് പിതാവിനെക്കുറിച്ച് ഒത്തിരി വികാരധീനനായിട്ടൊരു 2-3 വാക്ക് പറഞ്ഞു. അപ്പോൾ ഞാനും ചിന്തിച്ചു, ദൈവമേ ഇത് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ട് ഞാനും ധ്യാനിച്ചിരുന്ന കാര്യം. അച്ഛൻ പറഞ്ഞു, നമ്മൾ ഔസേപ്പ് പിതാവിന് കൊടുക്കേണ്ട സ്ഥാനം അങ്ങനെ കൊടുക്കേണ്ട അത്രയും പ്രാധാന്യത്തോടെ കൊടുക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഔസേപ്പ് പിതാവ് നിശബ്ദനായിരുന്നു. ഔസേപ്പ് പിതാവ് സംസാരിച്ച ഒരു വാക്ക് പോലും ബൈബിളിൽ പറയുന്നില്ല. അതുകൊണ്ട് ഔസേപ്പ് പിതാവിനോടുള്ള നമ്മുടെ ഇതും കുറഞ്ഞു പോയതാണോ, തീക്ഷ്ണതയും കുറഞ്ഞു പോയതാണോ? ഔസേപ്പ് പിതാവിൻ്റെ സ്ഥാനം ആലോചിക്കുമ്പോൾ ദൈവം പരിശുദ്ധ അമ്മയെ ഔസേപ്പ് പിതാവിനെയും ചേർത്ത് വിവാഹ നിശ്ചയം നടത്താൻ പ്ലാൻ ചെയ്തിരുന്ന ദൈവം തന്നെ അനാദിയിൽ. പരിശുദ്ധ അമ്മയെ ദൈവം അനാദിയിൽ തിരഞ്ഞെടുത്തെന്ന് നമ്മൾ ഉൽപ്പത്തി 3:15 കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ഔസേപ്പ് പിതാവിനെയും ദൈവം അനാദിയിൽ തിരഞ്ഞെടുത്തല്ലേ? അത് പഴയ നിയമത്തിലൊന്നും പറയുന്നില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് നിങ്ങളോട് പറയുന്നത്. ഔസേപ്പ് പിതാവിനെയും ദൈവം അനാദിയിൽ തിരഞ്ഞെടുത്ത എൻ്റെ പുത്രനെ കുരിശോളം എത്തിക്കാനാണ്, അതിന് തക്കതായ യോഗ്യതയോടുകൂടി വളർത്താൻ, മനുഷ്യനായിട്ട് ജനിച്ച ദൈവത്തെ, മനുഷ്യപുത്രനെ 33 വയസ്സ് വരെ അതിന് വേണ്ട കുരിശ് മരണത്തോളം വേണ്ട പരിശുദ്ധിയില്ല. മനുഷ്യനാണല്ലോ, മനുഷ്യനായിട്ട് ജനിച്ച ദൈവം ശിശുവായിരുന്നു. ടീനേജിൽ വന്നു, യൗവനസ്ഥനായി. ആ സമയത്തെല്ലാം ഈശോയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈശോയെ കൂടുതൽ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി. ആ തച്ചൻ്റെ ജോലിയായിരുന്നു ഔസേപ്പ് പിതാവിന്, തൊഴിലാളികളുടെ മധ്യസ്ഥന അപ്പോൾ ആ ശരിപ്പണി മോനെ പഠിപ്പിച്ച്. അമ്മ തയ്യൽക്കാരത്തിയായിരുന്നു, പരിശുദ്ധ മറിയം തയ്യൽക്കാരത്തിയായിരുന്നു. അപ്പോൾ നന്നായിട്ട് അധ്വാനിച്ച് കുടുംബം പുലർത്തുന്ന 2 പേരുടെ ഒരു മകനായിട്ട് ഈശോ അങ്ങനെ വളർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാൻ ഔസേപ്പ് പിതാവിന് പെട്ടെന്ന് പറ്റുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഒട്ടും ശങ്കിക്കേണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത സമയത്ത് തിരിച്ചൊരു ചോദ്യമോ ഒരു വിശ്വാസക്കുറവോ, ഇപ്പോഴാണെങ്കിൽ ഒരു DNA ടെസ്റ്റൊക്കെ ചോദിച്ചാൽ, പക്ഷേ അതൊന്നും ഇല്ലാതെ ഔസേപ്പ് പിതാവ് പൂർണ്ണ മനസ്സോടെ ഒന്നും മറുത്തു പറയാതെ അവളെ സ്വീകരിച്ചു.
അതിന് ആദ്യ ഭാഗം നമ്മൾ നോക്കുമ്പോൾ അവൻ നീതിമാനാകയാലും അവളെ പരസ്യമായിട്ട് അപമാനിക്കാൻ മനസ്സില്ലായിരുന്നതുകൊണ്ടും. അപമാനം എന്ന് പറഞ്ഞാൽ ചെറിയ അപമാനം ഒന്നുമല്ലല്ലോ അന്നത്തെ കാലത്ത്. ഇങ്ങനെയൊരു വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്ന ഒരു പെണ്ണിനെ എന്താ ശിക്ഷ, എന്താ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ നിയമം. അപ്പം യോസേപ്പ് പിതാവ് അവിടെ ഒന്ന് ചിന്തിച്ച് ഇങ്ങനെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലാനല്ലേ പിന്നെ നിയമമുള്ളൂ. അപ്പോൾ ഇതൊന്നും പരിശുദ്ധ മറിയത്തിന് ഒന്നും സംഭവിക്കരുത് എന്ന് തെറ്റ് ചെയ്തോ ഇല്ലോ എന്ന് യോസേപ്പ് പിതാവിന് പൂർണ്ണമായിട്ടും അറിയത്തില്ല. പക്ഷേ എങ്കിലും രഹസ്യമായിട്ട് ഉപേക്ഷ, ആരും അറിയണ്ട, നിശബ്ദമായിട്ടൊരു ഉപേക്ഷ ചെയ്യാമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രിയിലെ സ്വപ്നത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെടുന്നതൊക്കെ നമുക്കറിയാം. അതേപ്പറ്റി ഞാൻ പറയുന്നില്ല. പ്രത്യക്ഷപ്പെടുന്നു, ഇങ്ങനെ അവളെ വിവാഹം ചെയ്തോ കുഴപ്പമില്ല, ഉണ്ടാകാൻ പോകുന്ന പുത്രൻ എമ്മാനുവൽ. അതിന് അവസാനത്തെ ഭാഗത്തൊരു ഭാഗം നല്ല രസമായിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. യോസേപ്പ് പിതാവ് എങ്ങനെയാണ് ശരിക്കും ജോസഫ് യേശുവിൻ്റെ വളർത്ത പിതാവാണ്. ജീവശാസ്ത്ര പ്രകാരം യേശുവിൻ്റെ പിതാവല്ല യോസേപ്പ് പിതാവ്. പരിശുദ്ധ മറിയവും യോസേപ്പ് പിതാവും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന് മുൻപ് വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ് പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിനും ഗർഭിണിയായത്. യോസേപ്പ് പിതാവിനെ ഈ വിവരം അറിയിച്ചപ്പോൾ അന്ന് പരിശുദ്ധ മറിയത്തിന് എത്ര പ്രായമുണ്ട്? 15 വയസ്സ് അല്ലേ? ആ സമയത്താണ് ആ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഒന്നും ശങ്കിക്കാതെ പരിശുദ്ധ മറിയത്തെ യോസേപ്പ് പിതാവ് തൻ്റെ ഭാര്യയായിട്ട് തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. അപ്പം യേശു എന്ന ജീവശാസ്ത്രപരമായിട്ട് ജോസഫിന് ജീവശാസ്ത്രപരമായിട്ട് ജോസഫ് ഒരു യേശുവിൻ്റെ അപ്പനല്ല, വളർത്തു പിതാവാണ്. പക്ഷേ എങ്ങനെയാണ് യോസേപ്പ് പിതാവ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട എന്ന് മാലാഖ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെയാണ് യോസേപ്പ് പിതാവ് ദാവീദിൻ്റെ വംശത്തിൽപ്പെടുന്നതെന്ന് പറയുമ്പോൾ യേശു എന്ന എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും, അവന് നീ യേശു എന്ന് പേരിടണമെന്ന് മാലാഖ അറിയിക്കുമ്പോൾ യോസേപ്പ് പിതാവ് മാതാവിനെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു. മാതാവ് ഡെലിവറി ആയി. അപ്പോൾ ഈശോയ്ക്ക് യേശു എന്ന പേരിട്ടത് യോസേപ്പ് പിതാവാണ്. യേശു എന്ന ഇട്ടതിലൂടെയാണ് ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവൻ എന്ന് യോസേപ്പ് പിതാവ് അറിയപ്പെട്ടത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് യോസേപ്പ് പിതാവിനെ പറ്റി ഒത്തിരി ധ്യാനിക്കാനുള്ളൊരു കൃപ എനിക്ക് കിട്ടി. ഒത്തിരി ധ്യാനിച്ചു. യോസേപ്പ് പിതാവിനോട് ഒത്തിരി സ്നേഹമായിരുന്നു എനിക്ക്. നേരത്തെ നല്ല യോസേപ്പ് പിതാവിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് ഒത്തിരി വിഷമമൊക്കെ വരുമ്പോൾ യോസേപ്പ് പിതാവിൻ്റെ പള്ളി ഇവിടെ അടുത്തുണ്ട്, സെമിനാരി പള്ളിയുണ്ട്, അവിടെ പോയിരുന്നു ഒത്തിരി നേരം അവിടെ ഇരിക്കും. അങ്ങനെ യോസേപ്പ് പിതാവ് എനിക്ക് വ്യക്തിപരമായിട്ട് യോസേപ്പ് പിതാവ് എനിക്ക് ഒത്തിരി അടുത്തുള്ളതാണ്. എനിക്ക് യോസേപ്പ് പിതാവിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ തിരുക്കുടുംബത്തിൻ്റെ കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥൻ, അപ്പന്മാരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, പിന്നെ അമ്മമാരുടെ സംരക്ഷകൻ, യൗവനസ്ഥരുടെ സംരക്ഷകൻ. യുവതിയുവാക്കൾക്ക് എപ്പോഴും മധ്യസ്ഥം പറയാൻ പറ്റില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുമോ, യുവതിയുവാക്കന്മാർക്ക് സംരക്ഷണം ചോദിക്കാൻ എപ്പോഴും യോസേപ്പ് പിതാവിനോട് ചോദിക്കും മധ്യസ്ഥം. ഇനി എന്തൊക്കെ എന്തിൻ്റെയൊക്കെ മധ്യസ്ഥം എന്ന് എനിക്കെൻ്റെ മനസ്സിലിപ്പോൾ വരുന്നില്ല. ഇപ്പോൾ വന്ന ഇത്രയും കാര്യം ഞാൻ പറയുക. അപ്പോൾ യോസേപ്പ് പിതാവ് ഇത്രയും വലിയ കാര്യങ്ങൾ മധ്യസ്ഥനാണ്. നിശബ്ദ ജീവിതം നയിച്ച് നീതിമാനായിട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൂടെ ജീവിച്ച് പരിശുദ്ധ മറിയത്തെ സംരക്ഷിച്ച് 15 വയസ്സുള്ള കൊച്ചു പെൺകൊച്ച് പരിശുദ്ധ മറിയത്തെ സംരക്ഷിച്ച് കുഞ്ഞിനെ നന്നായിട്ട് ഡെലിവറി സമയമൊക്കെ യോസേപ്പ് പിതാവ് അനുഭവിച്ച വേദന എത്ര വലുതായിരുന്നു. ഞാൻ കൊച്ചു നാൾ മുതൽ ധ്യാനിക്കുന്ന ആളാണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇത് പറഞ്ഞ തീരത്തില്ല, യോസേപ്പിനെ പറ്റി പറഞ്ഞ തീരത്തില്ല. ഓക്കെ. അപ്പോൾ യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ടതായ ഒരു സീരിയസ്നെസ്, യോസേപ്പ് പിതാവിന് കൊടുക്കേണ്ടതായ ഈ ദിവസം മാർച്ച് 19 നമ്മൾ കൊടുക്കേണ്ടതായ ഒരു ദിവസത്തിൻ്റെ ഒരു വലിയ സെലിബ്രേഷനായിട്ട് നടക്കേണ്ടതാണ്. സെപ്റ്റംബർ 2 നമ്മൾ മാതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മനസ്സ് തോന്നുക സഭ കുറച്ചും കൂടെ ശക്തമായിട്ട് യോസേപ്പ് പിതാവിനെ ഒന്ന്
എല്ലാവരിലേക്ക് എത്തിക്കുകയും ആ യോസേപ്പ് പിതാവിൻ്റെ പുണ്യങ്ങളൊന്ന് മനുഷ്യനെ അറിയിക്കുകയും എല്ലാവരും കൂടുതൽ അറിഞ്ഞ് യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. കുടുംബജീവിതക്കാരായിക്കോട്ടെ, സന്യസ്തരായിക്കോട്ടെ, വൈദികരായിക്കോട്ടെ, എല്ലാവരുടെയും പറഞ്ഞാൽ ദൈവത്തെ വളർത്തിയ ആളല്ലേ. 33 വയസ്സ് വരെ ദൈവത്തെ ഒരു കുറവുമില്ലാതെ വളർത്തിയെടുത്ത ആളാണ്. അപ്പം നമുക്ക് ആർക്കും വേണമെങ്കിലും മധ്യസ്ഥം ചോദിക്കാൻ പറ്റുന്ന ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. നീതിമാനായ നന്മ മാത്രം ചെയ്ത് ജീവിച്ച ഒരു വലിയ മനുഷ്യൻ, വലിയ മനസ്സ്, വലിയൊരു ആൾ, വലിയൊരു വിശുദ്ധൻ ആണ് മാർ യോസേപ്പ് പിതാവ്. എന്നും മാർ യോസേപ്പ് പിതാവിൻ്റെ സ്നേഹവും സംരക്ഷണവും, അതെ, ഒരപ്പൻ. ഞാനെപ്പോഴും ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ യോസേപ്പ് പിതാവേ, എൻ്റെ അപ്പം മരിച്ചുപോയി, നീ എൻ്റെ വീട്ടിൽ വന്നു നിന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ട ഗൈഡൻസ് തരണേ. എനിക്ക് മക്കളെ വളർത്താൻ ഞങ്ങൾക്ക് അറിയത്തില്ല, അപ്പോൾ നീ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കണം, ഞങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് തരണേ. തെറ്റായ വഴിയിലൂടെയൊക്കെ മക്കൾ പോവുകയാണെങ്കിൽ അവിടെ തിരിച്ചു കൊണ്ടുവരാൻ, ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ കുറവുകളുണ്ടാകുമ്പോൾ നികത്താനൊക്കെ ഈശോയുടെ അങ്ങ് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കുടുംബജീവൻ നയിച്ചതല്ലേ അമ്മയും ഈശോയും ഉണ്ണീശോയും, അല്ല പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും ഉണ്ണീശോയും എല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും യോസേപ്പ് പിതാവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ വർദ്ധിപ്പിക്കണം, അത് സ്പ്രെഡ് ചെയ്യണം. യോസേപ്പ് പിതാവിനെ കുറിച്ച് കുറേ ആൾക്കാരെ അറിയിക്കണം. അങ്ങനെ യോസേപ്പ് പിതാവിൻ്റെ വലിയൊരു സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ എല്ലാ സ്നേഹവും നന്മയും അനുഗ്രഹവും എല്ലാ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേ, സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണ്, വേണ്ട രാജ്യം വരണമേ, അങ്ങയുടെ തിരുവൻ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപം രക്ഷിക്കണമേ. എന്തുകൊണ്ടും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്ന ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്ന നമ്മുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനുടെ അപേക്ഷയാണ്. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ തന്നെ ആമേ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.